ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഡൈനിക്സിൻ്റെ 15 വാട്ട്സ് 6 വോൾട്ട് LED എമർജൻസി ലാമ്പിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇതെങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നും ഇതിലെന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നും അവയുടെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളതും നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിലുപയോഗിക്കുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 6 വോൾട്ട് 4.5 Ah ലെഡ് ആസിഡ് ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ആ ബാറ്ററി ചാർജ് ചെയ്യുന്നതിനായി ഒരു 909 750 mAയുടെ ഒരു ട്രാൻസ്ഫോമറാണ് യൂസ് ചെയ്യുന്നത്. കോപ്പർ വൈൻഡിംഗ് ആണ്, വൈൻഡ് ചെയ്യിച്ച് വാങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ക്വാളിറ്റി അതിനുണ്ട്. ഇതിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് 1/2 വാട്ടിൻ്റെ 30 LEDs വരുന്ന ഒരു 15 വാട്ട് LED പാനലാണ്. വളരെ ക്വാളിറ്റി ഉള്ളതും നല്ല പ്രകാശമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. വളരെ കാലം ഈട് നിൽക്കുന്നതും അധികം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാത്തതുമായ ഒരു LED പാനലാണ്. ഇത് SMD ആണ്. അതുകൊണ്ട് തന്നെ വളരെ നല്ല പ്രകാശമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ഇതിലെ സർക്യൂട്ട് ബോർഡാണ്. ഇതൊരു റിലേ സർക്യൂട്ടാണ് യൂസ് ചെയ്യുന്നത്. വളരെ കുറച്ച് കമ്പോണൻസ് മാത്രമേ ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ, പക്ഷേ ഹെവി ആയിട്ടുള്ള ക്വാളിറ്റി ഇതിനുണ്ട്. റിലേ സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും കേടാവത്തില്ല, വളരെ കാലം ഈട് നിൽക്കും. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ മെറ്റൽ ക്യാബിനറ്റ് ആണ്. അത് പൗഡർ കോട്ടഡ് ആണ്. വളരെ തിക്നെസ് ഉള്ളതും ഹെവി ആയിട്ടുള്ള ഒരു മെറ്റൽ ക്യാബിനറ്റ് ആണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കാലം ഈട് നിൽക്കുന്നതാണ്. ചെറിയ തട്ടോ മുട്ടോ കിട്ടിയാലൊന്നും ഇതിന് ഡാമേജ് ഒന്നും സംഭവിക്കില്ല. ഇനി കുറേ കാലം കഴിഞ്ഞ് ഇതിൻ്റെ പെയിൻ്റൊക്കെ പോവുകയാണെങ്കിലും നമുക്ക് പെയിൻറ് ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ഗുണം ഈ മെറ്റൽ ക്യാബിനറ്റിനുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് പാനൽ വരുന്നത് ഒരു ആക്രിലിക് ഗ്ലാസ് ആണ്. മെറ്റൽ ബോഡി ആയതുകൊണ്ട് ഒരുപാട് കാലം കഴിഞ്ഞാലും നമുക്ക് പെയിൻറ് ചെയ്ത് പുതിയതുപോലെ തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഭംഗി ഒരിക്കലും നഷ്ടപ്പെടില്ല. അങ്ങനെ ഒരു ഗുണം മെറ്റൽ ക്യാബിനറ്റിനുണ്ട്. ഇതിൻ്റെ ബാക്കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 5 മണിക്കൂറുകളോളം വളരെ നല്ല പ്രകാശം ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ബാറ്ററി ഫുൾ ചാർജ് ആകാൻ എടുക്കുന്ന സമയമെന്ന് പറയുന്നത് 8 മുതൽ 10 മണിക്കൂർ വരെയാണ്. അത്രയും സമയം കൊണ്ട് ഇത് ബാറ്ററി ഫുൾ ചാർജ് ആകും. ഇനി ഇതിൻ്റെ അസംബ്ലിങ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കാണാം. വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് നമുക്കൊന്ന് ഫാസ്റ്റ് ആയിട്ട് കണ്ടിട്ട് വരാം. ഓക്കെ.
ഇപ്പോൾ നമ്മുടെ എമർജൻസി ലാമ്പിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിന്ന് പ്ലഗ് ചെയ്ത് നോക്കുകയാണ്. 230 വോൾട്ട് AC സോക്കറ്റിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ഓൺ ആവും. അപ്പോൾ ചാർജിങ് കാണിക്കുന്നതാണ്. എമർജൻസി ലാമ്പിൻ്റെ സ്വിച്ചും കൂടി ഓൺ ചെയ്തിടുകയാണെങ്കിൽ ലൈനിൽ കറണ്ട് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് കത്തും. കറണ്ട് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ലൈറ്റ് ഓഫ് ആവുകയും വീണ്ടും ചാർജിങ് ആരംഭിക്കുകയും ചെയ്യും. അതായത് എല്ലാ ബ്രാൻഡഡ് എമർജൻസി ലാമ്പിലുള്ള അതേ ഫംഗ്ഷൻ നമ്മുടെ ഈ എമർജൻസി ലാമ്പിലും ഉണ്ട്. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ പ്ലഗ് ചെയ്ത് ഇടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ ചാർജിങ് നടക്കും. അതുപോലെ തന്നെ കറണ്ട് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് ഓൺ ആവുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് കറണ്ട് പോയാലുടനെ ഇരുട്ടത്ത് തപ്പേണ്ട ഒരു അവസ്ഥ ഉണ്ടാകത്തില്ല. ഇപ്പോൾ നമ്മുടെ 15 വാട്ട്സ് ഡൈനിക്സ് LED എമർജൻസി ലാമ്പ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. 1 വർഷം വാറണ്ടിയാണ് ഡൈനിക്സിന് നമ്മൾ നൽകുന്നത്. ആർക്കെങ്കിലും ഈ എമർജൻസി ലാമ്പ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കേരളത്തിൽ എവിടെയും കൊറിയർ വഴി ഞങ്ങളിത് അയച്ചു തരുന്നതായിരിക്കും. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ദിസ് ഇസ് മീ രാജേഷ് സൈനിങ് ഓഫ്.